ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഇറ്റ്സ് പി എസ് സിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കപ്പാസിറ്റേഴ്സായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇലക്ട്രോണിക്സിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള മോക്ക് ടെസ്റ്റിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 4 മോക്ക് ടെസ്റ്റുകളോളം ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലേലിസ്റ്റിൽ കയറിയിട്ടൊന്ന് കണ്ടു നോക്കുക. ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലാണ് നമ്മളെല്ലാ ടെക്നീഷ്യൻ ഗ്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കണ്ടൻസും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകളെല്ലാം തന്നെ ടെക്നീഷ്യൻ ഗ്രേഡ് ടുവിന് മാത്രമല്ല ട്രേഡ്സ്മാൻ നോക്കുന്ന ആൾക്കാരായാലും ശരി, അതായത് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ്, അതുപോലെ ട്രേഡ്സ്മാൻ നോക്കുന്ന ആൾക്കാർ, അതിൻ്റെ കൂടെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണത്. അപ്പോൾ ഞാൻ ട്രേഡ്സ്മാൻ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ നമ്മളുടെ എക്സാമിന് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല, ടെക്നീഷ്യൻ എഴുതുന്ന അതേ സിലബസ് ഒക്കെ തന്നെ ആയിരിക്കും അതിനുണ്ടാവുക. അപ്പോൾ ആ ഒരു ടൈപ്പ് ഓഫ് സിലബസ് ഉള്ള എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരീക്ഷകൾ എഴുതുന്ന വ്യക്തികൾ നമ്മുടെ ചാനലിലുള്ള പ്ലേലിസ്റ്റിൽ ഫുൾ ഒന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പ്ലേലിസ്റ്റിൽ അതിൽ കിടക്കുന്നുണ്ടാവും. ടെക്നീഷ്യൻ കേട്ടിട്ട് എഴുതുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും എക്സാമുകളുടെ ജോബ് അപ്ഡേറ്റ്സോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ ഷോർട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്, ക്വസ്റ്റ്യൻ ബാങ്ക് എന്നുള്ളൊരു സെക്ഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ പരീക്ഷകൾക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് ഉപകാരപ്പെടാമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പിശുക്കൊന്നും കാണിക്കരുത് കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാൻ മുമ്പ് കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഏത് ടോപ്പിക്കാണോ നിങ്ങൾ MCQs ഞാൻ മോക്ക് ടെസ്റ്റായിട്ട് ഇടുന്നത്, അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ ശേഷം മാത്രം ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു. കപ്പാസിറ്റർ എന്തിനാണ് യൂസ് ചെയ്യുക? ഓപ്ഷൻസ്: സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി, വേരി ദ റെസിസ്റ്റൻസ്, സ്റ്റോർ മാഗ്നറ്റിക് എനർജി, ഡിസിപ്പേറ്റ് എനർജി. അതായത് ഇലക്ട്രിക്കൽ എനർജീനെ സ്റ്റോർ ചെയ്യാനാണോ, റെസിസ്റ്റൻസ് വേരി ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അതോ മാഗ്നറ്റിക് എനർജിയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അതോ എനർജി ഡിസിപ്പേഷന് വേണ്ടിയിട്ടാണോ? ഇതിൽ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കപ്പാസിറ്റേഴ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്. ഇതിൻ്റെ ഇൻഡക്ടർ സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഇൻഡക്ടർ എന്തിനാണ് യൂസ് ചെയ്യുക? അതും ഇതുപോലെ സ്റ്റോറേജ് ഓഫ് എനർജിയാണ്. അത് ഏത് എനർജി അവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? അത് മാഗ്നറ്റിക് എനർജിയാണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ സി അല്ല അല്ലേ. അപ്പോൾ A, B, D എന്നുള്ളത് ഒന്നാണ്. നമുക്കറിയാം കപ്പാസിറ്റർ എന്താ ചെയ്യുക? സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കപ്പാസിറ്റർ. എന്ത് എനർജി അവിടെ സ്റ്റോർ ചെയ്യുന്നത്? അവിടെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയാണ് സ്റ്റോർ ചെയ്യുന്നത്. നമുക്കറിയാം കപ്പാസിറ്റർ ഇൻഡക്ടറും ഏതാണ്ട് ഓപ്പോസിറ്റ് ആയിട്ടല്ലേ വരിക അല്ലേ, ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ അവിടെ മാഗ്നറ്റിക് എനർജി സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ എനർജിയാണ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുക. ഇത് തന്നെ നമ്മൾ വേറൊരു കാര്യത്തിലും വരുന്നുണ്ട്, പൊട്ടൻഷ്യൽ എനർജിയാണോ കൈനറ്റിക് എനർജിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറയുമ്പോൾ അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി. കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു സ്റ്റോർ ഇലക്ട്രിക്കൽ എനർജി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് കിട്ടി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു, വിട്ടുപോയതാണ്. അപ്പോൾ അതൊന്ന് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കപ്പാസിറ്റർ സ്റ്റോർസ് വിച്ച് ടൈപ്പ് ഓഫ് എനർജി? ഇതാണ് നമ്മൾ പറഞ്ഞത്. കപ്പാസിറ്റർ ഏത് ടൈപ്പ് ഓഫ് എനർജിയാണ് സ്റ്റോർ ചെയ്യുക? ഓപ്ഷൻസ്: കൈനറ്റിക് എനർജി, വൈബ്രേഷണൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഹീറ്റ് എനർജി. ഈ 4 ടൈപ്പ് ഓഫ് എനർജിയിൽ ഏതാണ് കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുക? ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, പൊട്ടൻഷ്യൽ എനർജിയാണ്. എന്തുകൊണ്ടാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം കപ്പാസിറ്റർ പറയുമ്പോൾ എങ്ങനെയാണ്, 2 പ്ലേറ്റ്സ് ഉണ്ടാവും, അതിനിടയിൽ ഒരു ഡൈഇലക്ട്രിക് ഉണ്ടാവും. അതാണ് അതിൻ്റെ ഫോർമാറ്റ്. അങ്ങനെയാണ് കപ്പാസിറ്റർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ പ്ലേറ്റ്സിൻ്റെ ഇടയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ചാർജസ് നമ്മൾ സ്റ്റോർ ചെയ്യാറുണ്ട്. ഈ ചാർജസ് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം എങ്ങനെയായിരിക്കും? സ്റ്റേഷനറി ആയിരിക്കും. ഈ പറയുന്ന ചാർജ് അതായത് കപ്പാസിറ്റർ പ്ലേറ്റുകളുടെ ഇടയിൽ ചാർജ് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റേഷനറി ആയിട്ടായിരിക്കും, മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, മൂവ്മെൻറ്റ് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന എനർജി ഏതാണ്? അത് കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ മൂവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് അതെന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി. അതാണ് ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ പറയാം? കപ്പാസിറ്റർ സ്റ്റോർസ് വിച്ച് ടൈപ്പ് ഓഫ് എനർജി? കപ്പാസിറ്റർ സ്റ്റോർസ് പൊട്ടൻഷ്യൽ എനർജി. അതെങ്ങനെയെന്ന് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, കപ്പാസിറ്റർ ബ്ലോക്സ് ഡാഷ് ആഫ്റ്റർ ലോങ് ടൈം. ഓപ്ഷൻസ്: alternating current, direct current, both alternating and direct current, neither alternating nor direct current. കപ്പാസിറ്റർ ഏത് ടൈപ്പ് ഓഫ് എനർജിയാണ്, ഏത് ടൈപ്പ് ഓഫ് കറണ്ടിനെയാണ് കടത്തിവിടുക എന്നാണ് ചോദിക്കുന്നത്. അതായത് കപ്പാസിറ്റർ ഏസിനെ കടത്തിവിടും,
ഡി സിനെ കടത്തിവിടില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. അപ്പോൾ കപ്പാസിറ്റർ ബ്ലോക്ക്സ് എന്താണ്? ഡയറക്റ്റ് കറണ്ട് അഥവാ ഡി സി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കപ്പാസിറ്റർ ഏതാണ് അലോ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അതോ അങ്ങനെ ആകുമ്പോൾ അത് ഓപ്ഷൻ എ ആവും. ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഡയറക്റ്റ് കറണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഡസ് കപ്പാസിറ്റർ ബ്ലോക്ക് ഡി സി സിഗ്നൽ അറ്റ് സ്റ്റഡി സ്റ്റേറ്റ്? എന്തുകൊണ്ടാണ് കപ്പാസിറ്റർ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ ഡി സി സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ് ഡ്യൂ ടു ഹൈ ഫ്രീക്വൻസി ഓഫ് ഡി സി സിഗ്നൽ, അല്ലെങ്കിൽ ഡ്യൂ ടു സീറോ ഫ്രീക്വൻസി ഓഫ് ഡി സി സിഗ്നൽ, കപ്പാസിറ്റർ ഡസ് നോട്ട് പാസ് എനി കറണ്ട് അറ്റ് സ്റ്റഡി സ്റ്റേറ്റ്, ഡ്യൂ ടു സീറോ ഫ്രീക്വൻസി ഓഫ് ഡി സി സിഗ്നൽ. ഇതിലേത് കാരണമാണ് കപ്പാസിറ്ററിന് സ്റ്റഡി സ്റ്റേറ്റിൽ ഡി സിയെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നത്? നമുക്കറിയാം കപ്പാസിറ്റർ ഡി സിനെ ബ്ലോക്ക് ചെയ്യും. അതെന്തുകൊണ്ടാണ് എന്നാണ് റീസൺ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഡ്യൂ ടു സീറോ ഫ്രീക്വൻസി ഓഫ് ഡി സി സിഗ്നൽ. ഡി സി സിഗ്നൽ സീറോ ഫ്രീക്വൻസി ഉണ്ടാവില്ലല്ലോ അല്ലേ. ഡി സി സിഗ്നൽ പറയുമ്പോൾ എങ്ങനെയായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അവിടെ നമുക്ക് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്ക് എന്ത് സംഭവിക്കുന്നത്? ഡി സി സിഗ്നൽ ബ്ലോക്ക് ചെയ്യുന്നത്. അതിങ്ങനെ ആലോചിച്ചാൽ നമ്മുടെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് സി ഈസ് ഈക്വൽ ടു 1/c ഒമേഗയാണ്. സി എന്ന് 1/c ഒമേഗയാണ്. അതിൽ ഒമേഗന് 2πf എന്ന് പറയും. അതായത് റിയാക്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസിയാണ്. ഇവിടെ ഡി സി സിഗ്നലിൽ എന്താ സംഭവിക്കുന്നത്? ഫ്രീക്വൻസി 0 ആണ്. അപ്പോൾ 1/f എന്ന് പറയുന്നത് 1/0 ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. അവിടെ എന്താ സംഭവം വരിക? അപ്പോൾ അതായത് റിയാക്റ്റൻസ് അവിടെ ഇൻഫിനിറ്റി ആയി. റിയാക്റ്റൻസ് ഇൻഫിനിറ്റി പറയാൻ അർത്ഥം എന്താണ്? അവിടെ അതെന്തായിരിക്കും? ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും അല്ലേ. റിയാക്റ്റൻസ് പറയുമ്പോൾ റെസിസ്റ്റൻസിനോട് നമുക്ക് ഇക്വലായിട്ട് പറയാമല്ലോ. അപ്പോൾ റെസിസ്റ്റൻസ് ഒരുപാടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? അവിടെ നമുക്ക് കണക്ഷൻസ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടാവും. അല്ല, ഒരു ക്ലോസ് സർക്യൂട്ട് പോലെയല്ല ഒരു ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുന്നത്. അവിടെ ഒന്നും അവിടെ കണ്ടക്ട് ചെയ്യില്ല അല്ലേ. അതായത് ഓപ്പൺ സർക്യൂട്ടാണ്. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ ഡി സി കണ്ടീഷനിൽ അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഡി സിനെ അവിടെ കടത്തിവിടില്ല എന്ന് തന്നെയാണല്ലോ അതിനർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ ഡി സിനെ അവിടെ ബ്ലോക്ക് ചെയ്യുന്നു. അതേ സമയത്ത് എ സി എന്നാവുന്ന സമയത്ത് അത് എ സിന് എന്ത് ചെയ്യും? കപ്പാസിറ്റർ പാസ് ചെയ്യുകയും ചെയ്യും. ആ കാര്യമൊന്നും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് നോക്കി വയ്ക്കണം. അത് ഇക്വേഷനെ നോക്കി വയ്ക്കണം. നമ്മുടെ സിലബസിൽ പ്രത്യേകിച്ച് റിയാക്റ്റൻസ് ഇമ്പീഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഇക്വേഷൻ കമ്പൽസറിലി നോക്കി വയ്ക്കണം. അതിൻ്റെ യൂണിറ്റൊക്കെ നോക്കി വയ്ക്കണം കേട്ടോ. ഇതേപോലെ നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? L ഒമേഗ ആയിരിക്കും. L × 2πf ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ ദ ഫോളോയിങ് ഈസ് എ പാസീവ് ഡിവൈസ്: ട്രാൻസിസ്റ്റർ, റെക്ടിഫയർ, കപ്പാസിറ്റർ, വാക്വം ട്യൂബ്സ്. ഇതിലേതാണ് പാസീവ് ഡിവൈസ് എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആക്റ്റീവ് ഡിവൈസസും പാസീവ് ഡിവൈസസും ഏതൊക്കെയാണുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെസിസ്റ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, കപ്പാസിറ്റേഴ്സ് എല്ലാം തന്നെ എന്തായിരിക്കും? പാസീവ് ഡിവൈസ് ആയിരിക്കും. ട്രാൻസിസ്റ്ററൊക്കെ എന്തിലാണ് വരിക? ആക്റ്റീവ് ഡിവൈസിലാണ് വരിക അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതിൽ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെക്ടിഫയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? റെക്ടിഫയർ എന്ന് പറയുന്നത് ഡയോഡിൻ്റെ ഒരു അപ്ലിക്കേഷനാണ്. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ഡിവൈസാണ്. നമ്മൾ വാക്യൂം ട്യൂബ്സ് നമുക്ക് ഫസ്റ്റ് ജനറേഷനിൽ വരുന്നത് വാക്യൂം ട്യൂബ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മുമ്പൊക്കെ കമ്പ്യൂട്ടർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് of a capacitor which has a voltage of 4 volt and has 16 coulomb of charge? ഇവിടെ നമ്മൾക്ക് കണ്ടുപിടിക്കാനുള്ളത് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ആണ്. സി കണ്ടുപിടിക്കാനുണ്ട്. നമ്മൾക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾക്ക് ചാർജും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഏതാണെന്നുള്ളതാണ് ആദ്യം നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടത്. Q = CV എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. Q = CV ആവുന്ന സമയത്ത് C = Q/V ആണ്. Q പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 16 തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ വോൾട്ടേജ് എത്ര തന്നിട്ടുണ്ട്? 4 തന്നിട്ടുണ്ട്. ഞാനിവിടെ എഴുതിയപ്പോൾ അത് ചെറുതായിട്ട് 11 പോലെ തോന്നുന്നുണ്ട്. അത് ആക്ച്വലി 16 ആണ്. അപ്പോൾ 16/4 ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക? 4 ഫാരഡ്. നമ്മുടെ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ഫാരഡ്. യൂണിറ്റ് ഓരോന്നിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. കപ്പാസിറ്റൻസ്, റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസിൻ്റെ ഒക്കെ യൂണിറ്റ് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഫ്ലക്സ് ഡെൻസിറ്റി, അതുപോലെ മാഗ്നറ്റിക് ഫ്ലക്സ്, അതൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. നമ്മളതൊക്കെ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോഴും ഈ മോക്ക് ടെസ്റ്റുകളുടെ ആൻസേഴ്സ് പറയുമ്പോഴൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഫാരഡാണ് നമ്മുടെ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഫൈനൽ ആൻസർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് എത്രയായിരിക്കും? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 4 ഫാരഡ് ആയിരിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
In a series RLC circuit, the phase difference between the current in the capacitor and the current in the resistor is. Series RLC circuit എടുക്കുകയാണ്. അതായത് ആറും എല്ലും സിയും കൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ടിൽ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് ഇൻ ദ കപ്പാസിറ്റർ ആൻഡ് ദ കറണ്ട് ഇൻ ദ റെസിസ്റ്റർ. റെസിസ്റ്റൻസിലുള്ള കറണ്ടും കപ്പാസിറ്ററിലുള്ള കറണ്ടും തമ്മിൽ എങ്ങനെയായിരിക്കും അതിന് ഫേസ് ഡിഫറൻസ്? അത് 0 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ആണോ? റെസിസ്റ്റൻസ് മാത്രമാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും 0 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയാണോ, 90 ഡിഗ്രി ആണോ, 180 ഡിഗ്രി ആണോ, 360 ഡിഗ്രി ആണോ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 0 ഡിഗ്രിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RLC സർക്യൂട്ടിൽ നമ്മളുടെ കപ്പാസിറ്ററിൽ കൂടെ പോകുന്ന കറണ്ടും റെസിസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ അവിടെ ഫേസ് ഡിഫറൻസ് ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ലല്ലോ. അപ്പോൾ ഇവിടെ വരുന്നത് ഓപ്ഷൻ എ 0 ഡിഗ്രിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇത് തന്നെ മറ്റൊരു രീതിയിൽ ചോദിക്കാം. ഒരു സീരീസ് RLC സർക്യൂട്ടിൽ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് ഇൻ ദ കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ എന്ന് ചോദിക്കാം. കപ്പാസിറ്ററിലും ഇൻഡക്ടറിലും കൂടിയാവുന്ന സമയത്ത് എങ്ങനെയായിരിക്കും കറണ്ട് എന്ന് പറയുന്നത്? അവിടെയും 0 ഡിഗ്രി ആയിരിക്കും. സീരീസ് ആയിട്ടല്ലേ കണക്ട് ചെയ്യുന്നത്, എല്ലാത്തിലും കറണ്ട് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതേ സ്ഥാനത്ത് നമുക്ക് വേറെ രീതിയിൽ ചോദിക്കാം. റെസിസ്റ്ററും ഇൻഡക്ടറും കൂടിയുള്ളത് ചോദിക്കാം. അങ്ങനെ നോക്കുമ്പോഴെന്താണ് അവിടെ കറണ്ട് പോകുന്നത് എല്ലാത്തിലും സെയിം തന്നെയാണ് പോകുന്നത്. സീരീസ് കണക്ഷൻ ആയതുകൊണ്ട്, പാരലാണെന്നുണ്ടെങ്കിൽ മാറും അങ്ങനെയല്ല, സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ഏതിൽ കൂടെ പോകുന്നത്, ഏത് രണ്ടെണ്ണം നമ്മൾ എടുത്താലും അതിൻ്റെയൊക്കെ ഫേസ് ഡിഫറൻസ് എന്തായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇത് മാത്രം പഠിച്ചിട്ട് ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിൽ കൂടുതൽ എന്താണ് എന്നുള്ളത് ഒന്നുകിൽ നമുക്ക് ആ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ആ ഒരു പിക്ചറൈസേഷൻ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് പോവാം. ഏതിൽ കൂടെയല്ല, ഏത് രണ്ടെണ്ണം എടുത്താലും അതിൽ കൂടെയുള്ള ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് 0 ഡിഗ്രി തന്നെ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി 1-2 ക്വസ്റ്റ്യൻസ് വരുന്നത് സീരീസ് RLC സർക്യൂട്ട് എന്നുള്ളൊരു സെക്ഷൻ എന്നാണ് കേട്ടോ. അവിടെ നമ്മൾ റെസൊണന്റ് ഫ്രീക്വൻസി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിക്കുക. ദ റെസൊണന്റ് ഫ്രീക്വൻസി ഡാഷ് ദ റെസൊണന്റ് ഫ്രീക്വൻസി ദ കറണ്ട് ഇൻ ദ ഇൻഡക്ടർ ലാക്സ് ദ വോൾട്ടേജ് ഇൻ എ സീരീസ് RLC സർക്യൂട്ട്. Above the resonant frequency ആണോ, ബിലോ ദ റെസൊണന്റ് ഫ്രീക്വൻസി ആണോ, ഈക്വൽ ടു റെസൊണന്റ് ഫ്രീക്വൻസി ആണോ, ഡിപ്പെൻസ് ഓൺ ദ സർക്യൂട്ട് ആണോ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് റെസൊണന്റ് ഫ്രീക്വൻസിയിൽ ദ കറണ്ട് ഇൻ ദ ഇൻഡക്ടറിൽ കൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജിനെ ലാഗ് ചെയ്യണമെന്നാണ് പറയുന്നത് സീരീസ് RLC സർക്യൂട്ടിൽ. അത് എപ്പോഴായിരിക്കും അങ്ങനെ ഒരു കണ്ടീഷൻ വരാം? എബോവ് ദ റെസൊണന്റ് ഫ്രീക്വൻസി ആണ്. റെസൊണന്റ് ഫ്രീക്വൻസിയുടെ മുകളിലാവുന്ന സമയത്ത് ദ കറണ്ട്, ശ്രദ്ധിക്കണം, ദ കറണ്ട് ഇൻ ദ ഇൻഡക്ടറിൽ കൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? വിച്ച് ലാക്സ് ദ വോൾട്ടേജ് ഇൻ എ സീരീസ് RLC സർക്യൂട്ട്. നോർമലി നമ്മളൊരു പ്യുവർ ഇൻഡക്ടർ എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് വരിക? പ്യുവർ ഇൻഡക്ടർ എടുക്കുന്ന സമയത്ത് ഇൻഡക്ടറിൽ കൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് ലാഗായിരിക്കും അല്ലേ? ഇൻഡക്ടർ ലാക്സ് ദ വോൾട്ടേജ്. അപ്പോൾ വോൾട്ടേജ് അവിടെ എന്തായിരിക്കും? ലീഡായിരിക്കും. അത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ റെസൊണന്റ് ഫ്രീക്വൻസിനേക്കാളും മുകളിലാവുന്ന സമയത്ത് നമ്മൾ ഇൻഡക്ടറിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വരിക? ദ കറണ്ട് ഇൻ ദ ഇൻഡക്ടർ ലാക്സ് ദ വോൾട്ടേജ് ഇൻ എ സീരീസ് RLC സർക്യൂട്ട് എന്ന് വരാം. ഇനിയിപ്പോൾ ബിലോ ദ റെസൊണന്റ് ഫ്രീക്വൻസി ആവുന്ന സമയത്ത് എന്തായിരിക്കും വരിക? അതൊന്നുകൂടെ നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. സീരീസ് RLC സർക്യൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ ഫിഗറൊക്കെ ഒന്ന് മനസ്സിൽ വയ്ക്കുക. അതായത് സർക്യൂട്ട് ഫിഗർ അല്ല, അതല്ലാത്ത അതിൻ്റെ റെസ്പോൺസുകളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ആ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിൽ തന്നെയുള്ള ചോദ്യമാണ്. ഡാഷ് ദ റെസൊണന്റ് ഫ്രീക്വൻസി ദ കറണ്ട് ഇൻ ദ കപ്പാസിറ്റർ ലീഡ്സ് ദ വോൾട്ടേജ് ഇൻ എ സീരീസ് RLC സർക്യൂട്ട്. ഇത് നമ്മൾ പറഞ്ഞു ബിലോ ദ റെസൊണന്റ് ഫ്രീക്വൻസിയാണ്. റെസൊണന്റ് ഫ്രീക്വൻസിൻ്റെ താഴെ ആവുന്ന സമയത്ത് കറണ്ട് ഇൻ ദ കപ്പാസിറ്ററിലുള്ള കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? നോർമലി കപ്പാസിറ്ററിൽ കറണ്ട് എപ്പോഴും ലീഡ് ചെയ്യുന്നല്ലേ ചെയ്യുക അല്ലേ? നമ്മൾ സിമ്പിൾ കപ്പാസിറ്റർ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ കപ്പാസിറ്ററിൽ അതെന്തായിരിക്കും? ലീഡ് ചെയ്യാണ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇവിടെയും വരിക. സീരീസ് RLC സർക്യൂട്ടിൽ ദ കറണ്ട് ഇൻ ദ കപ്പാസിറ്റർ ലീഡ് ദ വോൾട്ടേജ് എപ്പോൾ? ബിലോ റെസൊണന്റ് ഫ്രീക്വൻസി. അപ്പോൾ നമ്മളോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസ് RLC സർക്യൂട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് റെസൊണന്റ് ഫ്രീക്വൻസിൻ്റെ എബോയും ബിലോയും നമ്മൾ അതെങ്ങനെയാണോ സാധാരണ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ അതുപോലെ തന്നെയാണ്. അതായത് അതിൻ്റെ ഒരു ഇൻഡിവിജ്വാലിറ്റി അവിടെ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ? അപ്പോൾ അങ്ങനെ തന്നെ നമുക്കത് പഠിക്കാൻ ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ സീരീസ് RLC സർക്യൂട്ടിൽ റെസൊണന്റ് ഫ്രീക്വൻസിനേക്കാളും എബോ ആവുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും? ഇൻഡക്ടറിനെ പോലെ ആക്ട് ചെയ്യും. അതായത് അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് ലാക്സ് ദ വോൾട്ടേജ് ആണ് പറയുന്നത്. അതേ സമയത്ത് റെസൊണന്റ് ഫ്രീക്വൻസിൻ്റെ ബിലോ ആവുന്ന സമയത്ത് അത് കപ്പാസിറ്ററായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സീരീസ് RLC സർക്യൂട്ടിലെ കപ്പാസിറ്റർ അതിൻ്റെ ഇൻഡിവിജ്വൽ കപ്പാസിറ്ററിൻ്റെ അതേ ക്യാരക്ടർ കാണിക്കുന്നു അല്ലേ? എങ്ങനെയാണ് അവിടെ എന്ന് പറയുന്നത്? കപ്പാസിറ്ററിൻ്റെ കറണ്ട് ലീഡ് ചെയ്യുന്നു.
ദ കറണ്ട് ഇൻ ദ കപ്പാസിറ്റർ ലീഡ്സ് ദ വോൾട്ടേജ് ഇൻ എ സീരീസ് RLC സർക്യൂട്ട് ബിലോ ദ റെസൊണൻറ്റ് ഫ്രീക്വൻസി. അപ്പോൾ ആ ചിത്രം ഒന്ന് നോക്കി വയ്ക്കുക. ഒരു റെസൊണൻറ്റ് ഫ്രീക്വൻസിൻ്റെ ലെഫ്റ്റും റൈറ്റും നോക്കുക അല്ലെ. റെസൊണൻറ്റ് ഫ്രീക്വൻസിൻ്റെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും, അവിടെ നമുക്ക് കപ്പാസിറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു അല്ലേ. എബോ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, അത് ഇൻഡക്ടറിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി കാണിക്കുന്നു എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു കണ്ടൻറ്റിൽ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ എഴുതാനുള്ളൊരു പിശുക്കും കാണിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അടുത്തത് വീണ്ടും ഒരു മോക്ക് ടെസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.